പിടിവള്ളി ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഈ പറയുന്ന ജിഹാദികൾക്ക് കൂട്ടിക്കൊടുക്കുന്ന പണിയാണ് സത്യത്തിൽ ഇവിടുത്തെ ഈ UDF-ന്റെ വക്താക്കൾ VD സതീശൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് RSSുമായിട്ട് എന്താണ് വേർതിരിക്കാനുള്ളത് എന്ന് ഈ പറയുന്ന 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ തനിയെ ജമാഅത്ത് ഇസ്ലാമി എടുത്ത് കളയും. പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല, പകരം ഈ തരികട നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മളത് ആവർത്തിച്ച് പറയുന്നത്. ഈ തരത്തിൽ ചെയ്യുന്ന ഒരു പാർട്ടി UDF-നെ നമ്മൾ തള്ളിയേ പറ്റൂ. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കള്ളവേഷം മതനിരപേക്ഷതയാണ്. UDF പറയുന്നത് ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്, LDF-ഉം അതുതന്നെ. പക്ഷെ ചോദ്യം ഇതാണ്, ഏത് വർഗീയതയ്ക്കെതിരെ? വോട്ട് കിട്ടുമ്പോൾ വർഗീയത ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വഴിമാറുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെപ്പറ്റി ചോദിച്ചാൽ സ്ഥിരം ഡയലോഗ്, ഞങ്ങൾ ചോദിച്ചില്ല, അവർ തന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം, വോട്ട് വേണ്ടെന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് അംഗീകാരമല്ലേ? ഒരു മതാധിഷ്ഠിത സംഘടനയുടെ രാഷ്ട്രീയ പിന്തുണ സ്വീകരിക്കുമ്പോൾ അത് മതനിരപേക്ഷം, അത് മറ്റൊരു പാർട്ടി ചെയ്താൽ വർഗീയതയാവും. ഇതാണ് ഇരട്ടത്താപ്പ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ വളരെ വ്യക്തമായി മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമായി പറഞ്ഞു. അവർ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും അത്തരമൊരു നിലപാട് ഞങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 40 വർഷം 4 പതിറ്റാണ്ട് കാലം ഇതൊക്കെ ഉപേക്ഷിക്കാത്ത കാലത്ത്, ഈ വാദം അവർക്കുള്ള കാലത്ത് അവർ CPM-ൻ്റെ കൂടെ ആയിരുന്നു. CPM-ൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർ മതേതരവാദികൾ, CPM-നെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ വർഗീയവാദികൾ. ആ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അവർക്കിപ്പോൾ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവർ വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ പരിപാടി തീർത്ത് തരാടാ, ഞാൻ നിന്നെ വിട്ടുന്ന് എന്നെ ഒഴിപ്പിച്ച് തരാടാ. UDF-ന്റെയും LDF-ന്റെയും പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരേപോലെ എതിർക്കും എന്നാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടന അല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? വെൽഫെയർ പാർട്ടിക്ക് അങ്ങനെ ഒരു വെൽഫെയർ വർഗീയ നിലപാടില്ല എന്നാണോ പറയുന്നത്? പക്ഷെ മുൻപ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയായിരുന്നു. LDF-ന് വോട്ട് ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിരുന്നത് അവിടെ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു LDF എന്നായിരുന്നു. അതുകൊണ്ടാണ് പക്ഷം മാറുമ്പോൾ വർഗീയതയുടെ ഈ അളവും തൂക്കവും മാറുമോ എന്നാണ്. അല്ല, ഞങ്ങള് ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടിയാണ് എന്ന് ഏതെങ്കിലും കാലത്ത് പറഞ്ഞത് എനിക്കറിയില്ല. ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റിയേ നോക്കണേ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പില്ല, പക്ഷെ വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല, അതാണല്ലോ അല്ലേ? അത് ക്ലാരിറ്റിയോട് കൂടി പറയണം. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പില്ല, പക്ഷെ വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല, അതാണല്ലോ അല്ലേ? അല്ല, അവരുടെ ആശയമല്ലല്ലോ വാങ്ങുന്നത്, അവരുടെ ആശയത്തിലേക്ക് നമ്മൾ ഒരു മിനിറ്റ് കേൾക്ക്. അതായത് കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ആശയങ്ങളോട് അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാൻ അവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിലെന്താണ് കുഴപ്പമെന്നാണ് ശ്രീ VD സതീശൻ ചോദിച്ചിട്ടുള്ളത്. അല്ല, ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും നിങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അവർ മതനിരപേക്ഷ സംഘടനയും മതനിരപേക്ഷ പാർട്ടിയും എന്ന നിലയ്ക്കാണോ, അതോ പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കുവാൻ ആരുമായിട്ടും കൂട്ടുകൂടുന്നതിൽ കുഴപ്പമില്ല എന്നതിലാണോ? ഏതിലാണ് ഈ ഗുഡ് സർട്ടിഫിക്കറ്റ്? അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയുടെ നയങ്ങളുമായി യോജിച്ചുകൊണ്ട് ആ പാർട്ടിക്കും മുന്നണിക്കും വോട്ട് ചെയ്യാൻ തയ്യാറായാൽ അത് സ്വീകരിക്കുമെന്നാണ്. കോൺഗ്രസിന്റെ മതനിരപേക്ഷ നിലപാടുമായിട്ട് യോജിക്കുമോ എന്ന് അറിയില്ല കേട്ടോ. മതരാഷ്ട്രവാദം എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പമുള്ളത് തന്നെയാണ്. അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണം. ഇവിടെ ശ്രീ VD സതീശന്റെ പ്രസ്താവനയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നത് കേരളത്തിലെ അമീർ പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം മാറും എന്ന നിലയ്ക്കാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്നത് മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ഒരു മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി വാദിക്കുന്ന സംഘടനയാണ് എന്ന കാര്യത്തിൽ ശ്രീ VD സതീശന് എതിരഭിപ്രായമില്ല. അങ്ങനെ അവർ വാദിച്ചിരുന്ന സമയത്ത് അവർ ഇടതുപക്ഷത്തിനെയാണ് പിന്തുണച്ചത് എന്ന് പറയുന്നു. എന്നിട്ട് കേരളത്തിലെ അമീർ അദ്ദേഹം ഈ സംഘടനയുടെ സ്വഭാവം മാറിയിട്ടുണ്ട് എന്ന നിലയ്ക്ക് സംസാരിച്ചിരിക്കുന്നു. അതായത് അവർ മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ആ സംഘടനയുടെ സ്വഭാവം മാറി എന്ന നിലയ്ക്കാണ് ശ്രീ VD സതീശൻ അവരെ ന്യായീകരിക്കുന്നത്. എന്താ കാര്യം? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയും നമ്മുടെ രാജ്യത്തിന്റെ ഭരണക്രമവും ഭരണകൂടം അത് ദൈവദത്തമല്ല. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇതിൽ പറയുന്നതനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമിയിൽ വിശ്വസിക്കുന്ന ഒരാളിന് ഇന്ത്യയുടെ ഭരണഘടനാദത്തമായിട്ടുള്ള ഒരു സർക്കാരിന്റെ ഭാഗമാകാനോ അതിന്റെ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാനോ കഴിയില്ല.
അത് എങ്ങനെ നമുക്ക് ശ്രീ സതീശനോ കോൺഗ്രസ്സുകാർക്കോ വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന രീതിയിലത്തേക്കും ഒരു മതേതരമായിട്ടുള്ള സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലത്തേക്കും വ്യാഖ്യാനിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ. ഒരു മാറ്റവും ഇല്ലല്ലോ. ഇല്ല, ഇതിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ്. അപ്പോൾ ഇല്ല എന്ന് പറയുന്നത് നുണയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇല്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഗതി RSSന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അവരെയും കൂട്ടുപിടിക്കുമോ? ഇതാണ് നമുക്ക് അറിയേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ സംസാരിച്ച മുസ്ലിം ലീഗിൻ്റെ വക്താവാണെങ്കിൽ പോലും പറഞ്ഞ കാര്യം എന്താണ്? അതായത് ഞങ്ങൾ മാത്രമല്ല അവരും പണ്ടെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും അവകാശപ്പെടുന്നത് വർഗീയതയ്ക്കെതിരെ നിൽക്കുന്ന ആളുകൾ എന്നാണ്. അപ്പോൾ വർഗീയത ഇവിടെ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇവരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താ? ഞങ്ങൾ മാത്രമല്ലല്ലോ, പണ്ട് LDFും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ വർഗീയതയ്ക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ പൊറാട്ട് നാടകം, ഈ മാറി മാറി ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് എന്നിപ്പോൾ ഇവിടുത്തെ മൂന്നാം കക്ഷികളായിട്ട് വരുന്ന ആളുകൾ പറയുന്നത്. ഇപ്പോൾ 2020 ആയാലും BJP ആയാലും മറ്റാരായാലും പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലും ഒരു വസ്തുതയില്ല. നിങ്ങൾ സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ തുടക്കം മുതലുള്ള നിലപാട് എന്ന് പറയുന്നത് ജനാധിപത്യവുമായി ചേരാതെ നിൽക്കുക, അത് ഹറാമാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതായിരുന്നു. അത് മതരാഷ്ട്രവാദം തന്നെയാണ്. അവരുടെ വെബ്സൈറ്റിൽ അവരുടെ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻ പോയി വായിച്ചാലും ഇക്കാമത്തുദ്ദീൻ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകളോട്, കോൺഗ്രസിന്റെ വക്താക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊന്ന് പ്ലീസ് ഡിഫൈൻ മീ, അല്ലെങ്കിൽ പ്ലീസ് ഡിഫൈൻ ഫോർ അസ് വാട്ട് ഈസ് ഇക്കാമത്തുദ്ദീൻ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ പോയി വായിക്കാം. അതിൽ തന്നെ ഉണ്ട് മതരാഷ്ട്രവാദം എന്നുള്ളതിന്റെ അറബി വാക്കാണ് ഇക്കാമത്തുദ്ദീൻ. ദൈവമേയോമാർ രണ്ടും കൂടി എന്നെ ഉരുട്ടാന പരിപാടി, ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നതാണ് നല്ലത്. പിണറായിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ആ ടീമിനെ മൊത്തത്തോടെ ഇവിടുന്ന് പൊക്കിക്കൊണ്ടുവന്ന അവസ്ഥയും കൂടി വന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ശിങ്കിടികളായിട്ടുള്ള ഒരു സംഘടനയ്ക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്ന് വരുന്നു. സിമി ആയാലും ശരി, പോപ്പുലർ ഫ്രണ്ട് ആയാലും ശരി, NDA ആയാലും ശരി, SDP ആയാലും ശരി, ഇപ്പോൾ വെൽഫെയർ പാർട്ടി ആയാലും ശരി, നിലം തൊടുന്നില്ല, ഇന്ത്യയിൽ വേര് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇനി അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. അതിലേക്കാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ, ഒരു പിടിവള്ളി ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ഈ പറയുന്ന ജിഹാദികൾക്ക് കൂട്ടിക്കൊടുക്കുന്ന പണിയാണ് സത്യത്തിൽ ഇവിടുത്തെ ഈ UDFന്റെ വക്താക്കൾ VD സതീശൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല? ഈ 1925 മുതൽ RSS ഹിന്ദുരാഷ്ട്രവാദവുമായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. മാത്രവുമല്ല, എത്രയോ വർഗീയ കലാപങ്ങൾ, വർഗീയ ആഹ്വാനങ്ങള്, അധിക്ഷേപങ്ങള്, വംശഹത്യകള് ഇങ്ങനെ നിരന്തരമായി നടത്തിയിട്ടുള്ള ആളുകൾ RSS. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ തന്നെ ഉള്ളത് മതരാഷ്ട്രവാദമാണ്. ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറയുന്നത് RSS എന്ന വർഗീയ കക്ഷി ഈ രാജ്യത്തിന് ശത്രുവായി, മാനവ കുലത്തിന് ശത്രുവായി വർഗീയത കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി, ഞാൻ ആദ്യം പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും നയങ്ങളോട്, അവർ നിലപാടുകളോട് യോജിപ്പുള്ള ആളുകളല്ല നമ്മൾ. മതപരമായി വ്യത്യസ്ത അഭിപ്രായമുണ്ട്, മതപരമായിട്ടുണ്ട്, രാഷ്ട്രീയപരമായിട്ടുണ്ട്. പക്ഷേ അവര് രാഷ്ട്രീയപരമായി ഒരു പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ, നേരത്തെ CPM-മായി അവർ സഖ്യമുണ്ടായപ്പോൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി വർഗീയമാണെന്നല്ല, അന്ന് അവർ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാട് തെറ്റായിരുന്നു എന്നാണ്. ഞങ്ങൾ അടിസ്ഥാനപരമായി പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പ്രസ്ഥാനത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മതേതര നിലപാടിനോട് യോജിച്ചുകൊണ്ടോ ഈ ജമാഅത്ത് ഇസ്ലാമിയോ അതിന്റെ രാഷ്ട്രീയ സംഘടനകളോ അതിന്റെ പ്രവർത്തകന്മാരോട് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിലെവിടെയാണ് വർഗീയത? എന്തായാലും കോൺഗ്രസിന്റെ മതേതര നിലപാടിനോട് യോജിച്ചുകൊണ്ടായിരിക്കില്ല. കാരണം കോൺഗ്രസിന്റേത് മതേതര നിലപാടാണ്, പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടേത് അങ്ങനെയല്ല. അല്ലല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ അങ്ങനെയല്ല. ഈ കാര്യത്തിൽ പറയാം, അല്ല, പിണറായി സർക്കാരിനെ താഴെ ഇറക്കുവാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി, അതൊക്കെയാണ്. പക്ഷെ അത് മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ പോരാ. അല്ല, മതനിരപേക്ഷതയിലേക്ക് പോകരുത്. അങ്ങനെ തരാതരം പോലെ മാറ്റാവുന്നതല്ല ഇത്. മതനിരപേക്ഷതയും വർഗീയതയും ഇത് തരാതരം പോലെ മാറ്റി കളിക്കുവാനുള്ളതല്ല കേട്ടോ. അല്ല, നിങ്ങൾ അങ്ങനെ വർഗീയ ചാപ്പ കുത്താൻ നോക്കണ്ട. അവരേതെങ്കിലും രീതിയിൽ കേരളീയ സമൂഹത്തിൽ വർഗീയ കലാപത്തിനോ വർഗീയ പ്രചരണത്തിനോ കൂട്ടു നിന്നിട്ടുണ്ടോ? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ശ്രീ ഷാക്കറിനോടുള്ള ഒരു ചോദ്യം, 2014 എന്തിനാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അഫിഡവിറ്റ് കൊടുത്തതെന്നൊന്ന് പറയാമോ? അന്ന് ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി. ഒന്ന് പറയാമോ? അതിനെക്കുറിച്ച് അറിയാമോ? ഒരു വ്യക്തി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപാടുകളെല്ലാം അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി സംസ്ഥാന സർക്കാരിനോട് അഭിപ്രായം ചോദിച്ചു. അന്ന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെടണമെങ്കിൽ നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ് എന്നും അവരെ വർഗീയ സംഘടനയാണ് എന്നും പറഞ്ഞുകൊണ്ട് അഫിഡവിറ്റ് കൊടുത്തിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. നിങ്ങളുടെ പിന്തുണ അന്നും ഉമ്മൻചാണ്ടി സർക്കാരിന് തന്നെയായിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആ അഫിഡവിറ്റിനെ കുറിച്ച് വല്ലതും അറിയാമോ?
ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആര് പറഞ്ഞു വഴിയില്ലെന്ന്? അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗമായിരിക്കുന്ന ആൾക്കാരെല്ലാം അറിയാമല്ലോ, അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കണം, ഏത് മതത്തിലുള്ള ആളായിരിക്കണം, പക്ഷേ അവർക്ക് ഒരൊറ്റ ആരാധ്യനായിട്ടുള്ള ഒരേ ഒരാൾ, ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ് എന്നുള്ള സങ്കല്പമാണ്. ആ സങ്കല്പത്തിലുള്ള ഈ സംഘടന അതിൻ്റെ അംഗങ്ങളോട് പറയുകയാണ്, നോട്ട് ഗോ ടു അൺഇസ്ലാമിക് ലോ കോർട്സ് ഫോർ സെറ്റിൽമെന്റ് ഓഫ് മാറ്റേഴ്സ് എക്സെപ്റ്റ് അണ്ടർ കമ്പലിംഗ് നെസസിറ്റി. അതായത് നിങ്ങൾക്ക് അത്രത്തോളം അടിയന്തരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇസ്ലാമികമല്ലാത്ത കോടതിയിലേക്ക് പോകരുതെന്ന്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന എന്താ പറയുന്നത്? ഇന്ത്യയുടെ ഭരണഘടന 80% വരുന്ന ഹിന്ദുക്കൾക്കും 1% വരുന്ന ജൈനന്മാർക്കും എല്ലാവർക്കും നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്നാണ് പറയുന്നത്. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. നടന്നുകൊണ്ടിരിക്കുന്നത് 3 തരികിടകളാണ്. ഒന്ന്, ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം തള്ളി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക. അങ്ങനെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാനിവിടെ ചോദിച്ചു, ഇക്കാമത്തുദ്ദീൻ ഇന്ന് അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, എന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഇവിടെ ഇരുന്നിട്ട് അതിനെ വെളുപ്പിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള അത്രയേ ഉള്ളൂ. ഇക്കാമത്തുദ്ദീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മലയാളത്തിലൊന്ന് പറഞ്ഞു തരാം. അതെന്താ നിങ്ങൾക്ക് പറയാൻ കഴിയും? ഒന്ന് ഡിഫൈൻ ചെയ്ത് തരൂ. അത് ചെയ്താൽ തീർന്നു കഥ, ഗെയിം ഓവറാണ്. അത് നിങ്ങൾ ചെയ്യുന്നില്ല, എന്നിട്ട് ഇല്ലാത്ത സാധനം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ രണ്ടാമത്തെ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഒരു ടു കോക്കി ഫാലസി, അതായത് ഞങ്ങൾ മാത്രമല്ല അവരും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും ചെയ്യും എന്ന് പറയുന്ന നിലവിലുള്ള ഒരു അഴകുഴമ്പൻ നിലപാട്. അതെങ്ങനെ ശരി? അപ്പോൾ പിന്നെ നിങ്ങൾ പറയുന്നതിൽ എന്താണ് വ്യത്യാസം? എന്താണ് അതിലൊരു ഔന്നിത്യം നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്? ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. സർവശക്തി